പ്രിയപ്പെട്ടവരെ, നമ്മൾ നടത്തുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം ഘട്ടത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 12 ദിവസങ്ങളായിരുന്നു. 12ാമത്തെ ദിവസത്തിൽ ലോകാരൂപിയെ നിരാകരിക്കുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഇന്ന് പ്രത്യേകമായ വിചിന്തന വിഷയമാക്കുന്നത് അഹങ്കാരത്തിൽ നിന്ന് സ്വതന്ത്രമാകണം എന്നുള്ളതാണ്. ഏറെ പ്രയാസകരമായ സുഹൃതമെന്നാണ് എളിമയ്ക്ക് പറയുക. ഇത് അല്പം വിഷമം പിടിച്ച വിഷയവും കൂടിയാണ്. നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകമായി പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന ഏറ്റവും വലിയ പുണ്യമായ എളിമ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നതിനും നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിച്ച് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാര ചിന്തകളിലൂടെയോ നിലപാടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്കൊരു പരിവർത്തനം ലഭിക്കുന്നതിനും വേണ്ടി ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിചിന്തനത്തിനായി ക്രിസ്ത്യാനികരണത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായമാണ് നമുക്ക് ലഭിച്ചിരിക്കുക. ഇതിൽ ഏറെ പ്രസക്തമായ ഒരു ഭാഗം, മറ്റുള്ളവർ എന്താണെന്നുള്ളത് നിങ്ങളെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തരുത്. അഹം എന്ന വികാരത്തോട് നിങ്ങൾ എത്ര പരുഷമായി പെരുമാറുന്നുവോ അത്ര അധികമായി നിങ്ങൾ പുരോഗതി പ്രാപിക്കും. നമ്മളുടെ അഹം എന്ന വികാരത്തോട് നമ്മൾ തന്നെ എത്ര പരുഷമായി പെരുമാറുന്നുവോ അത്ര അധികമായി നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുമെന്നാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51, 52 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവിടുന്ന് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ദൈവം കൂടെ നിൽക്കത്തില്ല അഹങ്കാരിയുടെ ജീവിതത്തിൽ. കാരണം ഈ അഹങ്കാരം എന്ന് പറയുന്നത് പിശാചിൻ്റെ വിശേഷണമാണ്. ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഭാവം ദൈവത്തിൻ്റെ മഹത്വം കവർന്നെടുക്കാനുള്ള പരിശ്രമമാണ്. സർവ പാപങ്ങളും ഉത്ഭവിക്കുന്നത് ഈ അഹങ്കാരത്തിൽ നിന്നാണ്. അത് ക്രിസ്തീയ പരിപൂർണതയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് അത് തന്നെയാണ്. എന്നാലോ നമ്മൾ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ അവസ്ഥയിലാണ് എന്നും അംഗീകരിക്കുവാൻ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഏറെ പ്രയാസകരമാണ്. നമ്മൾ തന്നെ വ്യക്തിപരമായി ഒരു കൃത്യമായ വിചിന്തനം നടത്തി നമ്മൾ എളിമപ്പെട്ട് ചിന്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. മറ്റു തരത്തിലുള്ള പാപങ്ങൾ, നമ്മുടെ ജഡത്തിൻ്റെ പാപങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള പാപങ്ങളായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് മറ്റൊരാളുടെ സഹായം തേടി നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ക്രമപ്പെടുത്താം. ഇത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ നമ്മളെ ഏറ്റവും അധികമായി പരിശീലിപ്പിച്ചില്ല എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും അധികമായി കൃപ ചോർന്നു പോകുന്ന ഒരവസ്ഥയുമാണ്. ഏറ്റവും പ്രയാസകരമായ സുഹൃതമാണ് എളിമ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന പുണ്യം, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ ഈ എളിമയാണ്. ഇവിടെവരെ ലൂസിഫർ ദൈവത്തിൻ്റെ മഹത്വം കൈയടക്കാൻ ആഗ്രഹിക്കുകയും അവന് കിട്ടിയിരുന്ന ആ ഒരു പദവി അതിൽ അഹങ്കരിക്കുകയും ദൈവത്തെ നിരാകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ലൂസിഫറിനെതിരെ പോരാടുന്ന മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട്. പരിശുദ്ധ മിഖായേൽ മാലാഖ
പരിശുദ്ധ അമ്മയുടെ ആജ്ഞ സ്വീകരിച്ച് സ്വർഗത്തു നിന്ന് പുറപ്പെടുന്നതിന് വേണ്ടി ഈ മുട്ടുമടക്കി കയ്യിൽ വാളുമേന്തി ദൈവസമക്ഷം നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മാലാഖ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന വിഷയം നമ്മളിൽ തന്നെ ആശ്രയിക്കുകയും ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ നമ്മളിൽ തന്നെ ഇങ്ങനെ വലിയ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പ് സംസാരിച്ച പല വിഷയങ്ങളുടെയും ഒരു ആവർത്തനമായിരിക്കും, എങ്കിൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എളിമ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഉദാഹരണമായിട്ട് ഞാൻ ഇങ്ങനെ താഴ്ന്ന് സംസാരിക്കുന്നു, ഞാൻ അധികം സൗണ്ട് കൂട്ടുന്നില്ല, പിന്നെ എൻ്റെ വാക്കുകളൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നു, മറ്റുള്ളവരോടൊക്കെ കുറേയും കൂടെ വിനയത്തോടെ സംസാരിക്കുന്നു. നമ്മൾ അങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം. ഒരു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ഒരു പരിപാടി അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, പക്ഷെ നമ്മുടെ ഉള്ളിലെ വിചാരം അതാണോ എന്നുള്ളതാണ് പ്രശ്നം. പുറമേ നന്നായിട്ട് പെരുമാറാൻ നമുക്കറിയാം, മനസ്സ് വെച്ചാൽ നമുക്ക് വളരെ പൊളൈറ്റായിട്ട് വളരെ പോളിഷ്ഡായിട്ട് മറ്റുള്ളവരോട് നമുക്ക് പെരുമാറാം. എന്നാലോ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരം അഹങ്കാരമാണെങ്കിൽ അത് പുറമേ വെറുതെ കാണിക്കുന്നതാണ്. കർത്താവ് കൃത്യമായി നമ്മുടെ അന്തരംഗം കാണുന്നുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹം ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് എന്തോ സൂപ്പോ മറ്റോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തേക്കുന്ന സന്യാസി ഇങ്ങനെ ചിന്തിക്കുക, ഓ വലിയൊരു ബെനഡിക്റ്റ് വന്നിരിക്കുന്നു, ഞാനിവിടെ ഇങ്ങനെ പാദസേവകൻ്റെ മാതിരി സൈഡിൽ നിന്ന് ഇങ്ങനെ സൂപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇദ്ദേഹം ആരും ഇതിനു മാത്രം വലിയൊരാൾ. അപ്പോൾ ഇത് മനസ്സിൽ കൂടെ പോവുക. വിശുദ്ധ ബെനഡിക്റ്റ് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നീ ഇപ്പോൾ കുരിശടയാളം വരച്ച് നിന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ദുഷ്ടാരൂപിയിൽ നിന്ന് നീ മോചിതനാവുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അഹങ്കാരത്തിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ, എളിമ നമുക്ക് അഭ്യസിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അകാരണമായി മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ മറ്റുള്ളവർ ഒരു അവമാനത്തിൻ്റെ നിന്ദനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരൊറ്റ വഴിയിലൂടെ നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ അഹങ്കാരത്തിൻ്റെ പൊയ്മുഖങ്ങൾ താഴെ വീഴുകയും എളിമയെന്ന പുണ്യം നമ്മളിൽ വളരുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചിത്രസ്യ പുണ്യവതി, അന്നത്തെ കാർമൽ മഠത്തിൻ്റെ അകത്തൊരു നിയമമുണ്ട്. ആരെങ്കിലും തിരുത്തുകയാണെങ്കിൽ തിരുത്തൽ നൽകിയ വ്യക്തിയുടെ മുൻപിൽ മുട്ടുകുത്തി നിലം ചുംബിക്കണം. അത് സ്വീകരിച്ച് എഴുന്നേറ്റ് പോകണം. കൊച്ചിത്രസ്യ പുണ്യവതി, ഈ പുണ്യവതി എപ്പോഴും തിരുത്തുന്ന ഒരു സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുണ്യവതിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും തുടക്കത്തിലൊക്കെ ഏറെ പ്രയാസകരമായിരുന്നു. കാരണം നമ്മൾ അപമാനിക്കപ്പെടാൻ പോവുക, നമ്മുടെ അഹത്തെ ഇങ്ങനെ ചവിട്ടി മെതിക്കാൻ പോവുക. അപ്പോൾ ഈ സിസ്റ്റർ അവിടുന്ന് വരുന്നത് കാണുമ്പോൾ ഒഴിവാക്കി എതിലേലും പോവും. പിന്നീട് ഈശോയുടെ സ്വന്തം കൊച്ചിത്രസ്യ പുണ്യവതി, തിരുസഭയുടെ വേദപാരംഗത, സഭയെ പഠിപ്പിച്ചവൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സഭയ്ക്ക് പറഞ്ഞു നൽകിയവൾ, മിഷനറി, കൊച്ചുപ്രായത്തിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ചെറുജീവിതം ഇങ്ങനെ ഒരു ചെറുപുഷ്പമായി ഇറുത്തു നൽകിയവൾ, ഈ രഹസ്യം മനസ്സിലാക്കി എൻ്റെ വിശുദ്ധിയിലേക്ക് എന്നെ സഹായിക്കുന്ന സഹായികയാണ് എന്നെ എപ്പോഴും അപമാനിക്കുന്നതിനായി അല്ലെങ്കിൽ എന്നെ തിരുത്തുന്നതിനായി കടന്നു വരുന്ന ആ സിസ്റ്റർ എന്ന് മനസ്സിലാക്കി ആ സിസ്റ്ററിൻ്റെ അടുത്തിലേക്ക് ഓടിച്ചെല്ലും. സിസ്റ്റർ എന്തെങ്കിലും പറയും, മുട്ടുകുത്തും, നിലം മുത്തും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ എത്രമാത്രം സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വിശുദ്ധരൊക്കെ ചെയ്തിരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നിന്ദാപമാനങ്ങൾ അവരാഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മദർ മറിയം ത്രേസ്യ
ഈശോയുടെ തിരുമുറിവുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയപ്പോൾ അത് പിശാചുബാധയാണ് എന്ന് തിരുസഭയിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പുമായി വരിക ധന്യം വിധേയത്തി പിതാവ് വന്നിത് കാണിക്കുമ്പോൾ മദർ മറിയം ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്. ഈ മങ്കിടിയാൻ തറവാടിൻ്റെ മുൻവശത്ത് ഇത് പതിപ്പിക്കാൻ പോവുക, ഇത് പിശാചുബാധയാണ് എന്നും നിങ്ങൾ ആരും ഇതൊരു ആത്മീയ സംഗതിയായിട്ട് കാണരുത് എന്നും. ഈ കൊണ്ടുവരുന്ന പിതാവാണ് സത്യത്തിൽ ഈ മദർ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ആള്. അദ്ദേഹം വളരെ മടിച്ചു നിൽക്കുക. ഉടനെ മദർ മറിയം ത്രേസ്യ പറയുകയാണ്, പിതാവേ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ മാത്രം പോരാ, ഇടവപ്പള്ളിയുടെ നോട്ടീസ് ബോർഡിലും പതിപ്പിക്കണം. കാരണം ഇത് സത്യമായതുകൊണ്ട്. അതിനകത്ത് വലിയൊരു പോയിന്റ് ഉണ്ട്. പലപ്പോഴും നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ നമ്മുടെ അഹത്തെ ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ എളിമയെ പ്രതി ഒന്നും പറഞ്ഞില്ല. എനിക്ക് പറയാൻ അറിയാമലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഈ കതിന കുറ്റി നിറയ്ക്കണ മാതിരി ഇങ്ങനെ കുത്തി 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 നിറച്ച് വെച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു ദിവസം പൊട്ടിത്തെറിക്കാൻ വേണ്ടി. സത്യത്തിൽ ഈ എളിമ എന്ന വലിയ പുണ്യം നമ്മൾ അഭ്യസിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ വേറൊരാളെ ഇങ്ങനെ നിന്ദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിന് അർഹരാണ് എന്നും അത് സത്യമാണ് എന്നും എളിമയോടുകൂടി സ്വീകരിക്കണം. പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ നമുക്ക് വരുന്നത്, സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത് അഹങ്കാരത്തിൻ്റെ വലിയ ലക്ഷണമാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ അധികാരമുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരുടെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അഹങ്കാരമുള്ളതിൻ്റെ വലിയ ലക്ഷണമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ പറയുക. എന്തെങ്കിലും ഒരു ധാർമ്മികമായ ഒരു വിഷയമാണ്, നമ്മൾ അവിടെ ഒരു തിരുത്തൽ കൊടുക്കണം, അല്ലെങ്കിൽ അധികാരികളെ അറിയിക്കണം. അല്ലാതെ വെറുതെ ഒരു മനസ്സുഖത്തിനു വേണ്ടി നമ്മളിങ്ങനെ എപ്പോഴും ഈ വിമർശനാത്മകമായി സംസാരിക്കുമ്പോൾ അതിനകത്തൂടെ കടന്നു പോകുന്നത് നമ്മുടെ അഹങ്കാരവും നമ്മുടെ തിന്മയുമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെയും, ഇതിനകത്ത് അഹങ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഒരു ലക്ഷണമാണ് നമ്മുടെ ശക്തിക്ക് അതീതമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സാഹസിക മനോഭാവം. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ ശരിയാക്കിയേനെ, എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യാൻ സാധിക്കും, എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. അതായത് ഒരു മനുഷ്യൻ്റെ കഴിവിലും അതീതമായിട്ട് ഇങ്ങനെ അഹങ്കരിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന് ബഹുമാനേച്ഛയാണ്. അതായത് ഇതിനകത്തൊരു 3 കാര്യം എടുത്തു പറയുന്നത്, ഒന്ന്, കിട്ടാൻ ഒരു വിധത്തിലും അർഹതയില്ലാത്ത സ്ഥാനം ആഗ്രഹിക്കുക. എനിക്ക് സുപ്പീരിയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നപോലെ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്ഥാനം വേണം. അതിന് നമുക്കൊരു പക്ഷേ അർഹത ഉണ്ടാവില്ല. ഇതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അത് മറ്റൊന്ന്, അർഹതയുള്ളതാണെങ്കിലും അത് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണെന്നതിലുള്ള ഉപരി സ്വന്തം ബഹുമാനത്തിന് വേണ്ടി ചില പദവികൾ, പള്ളിയിലാണെങ്കിൽ പോലും നമ്മുടെ ഏതെങ്കിലും സംഘടനകളോ കാര്യങ്ങളിലോ ഒക്കെ ഇതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ആ പദവി കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അഹങ്കാര ചിന്ത. മൂന്നാമതായിട്ട്, ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളിൽ പോലും വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ചെറിയ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാൻ പോലും ഈ കാലഘട്ടത്തിലുണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട്. സങ്കടം തോന്നുന്ന കാര്യമാണ്. ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യേണ്ട ഇടങ്ങളിൽ ശരിക്കും രാഷ്ട്രീയ മനോഭാവത്തോടു കൂടി അതേ തരത്തിൽ പ്രവർത്തിക്കുന്ന, ആത്മീയത തൊട്ട് തേച്ചിട്ടില്ലാത്ത ആൾക്കാരുകൾ കടന്നു വരുമ്പോൾ എത്രമാത്രം അത് ഒരു നന്മയെ നശിപ്പിക്കുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും വേരുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് എടുത്തു മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മളിത് ഉപേക്ഷിച്ച് നമ്മൾ എളിമപ്പെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഹിതം സത്യത്തിൽ ഈ ഭൂമിയിൽ അഹങ്കരിക്കാമെങ്കിൽ ഏറ്റവും അധികം അഹങ്കരിക്കാതിരുന്നത് പരിശുദ്ധ അമ്മയ്ക്കല്ലേ? ഈശോയുടെ അമ്മയ്ക്ക് സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ഈശോ അത്ഭുതമൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത്, നിന്നെ മുലയൂട്ടിയതും നിന്നെ വളർത്തിയതുമായ സ്ത്രീ, എത്രയോ ഭാഗ്യം ചെയ്തവള്. അമ്മയ്ക്ക് സത്യത്തിൽ
ഈ ഈ സ്ത്രീകളുടെ ഇടയിലൊക്കെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് അമ്മയുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഭക്ത സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഗണം തന്നെ പരിശുദ്ധ അമ്മയുടെ പിറകെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അഹങ്കരിക്കാമായിരുന്നല്ലോ, എൻ്റെ പുത്രൻ ദൈവപുത്രനാണ്, എനിക്ക് ഈ രഹസ്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വർഗീയ പദ്ധതികളോട് അമ്മ ചേരുകയാണ് ചെയ്തത്. നമുക്കൊരു ആത്മീയ നേതൃത്വം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വം ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, ദൈവം അനുവദിച്ചു, സ്വർഗം തന്നു, അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഏറ്റവും പരിപൂർണതയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധ ഹൃദയത്തെ വേദനിപ്പിക്കാത്ത തരത്തിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ നിലപാട്. അല്ലാത്ത പക്ഷം ഇത് വലിയ അഹങ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടു നിർത്തിക്കും. വ്യർത്ഥാഭിമാനം, അതാണ് മറ്റൊരു വലിയ പ്രശ്നം. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് വ്യർത്ഥാഭിമാനം. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നോ അത് മറ്റുള്ളവർ അറിയരുത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആരും അറിയാൻ പാടില്ല. ഇങ്ങനെ പുറംപൂശിൽ ഇങ്ങനെ നിൽക്കുക. നമുക്കൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും, ഇനി നമുക്കൊരു ആരോഗ്യസ്ഥിതി ഉണ്ടാവും. എന്താ, നമുക്കൊരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ മറ്റാരുടെയും എന്തെങ്കിലും ഒരു ഭൗതികമായ സഹായം ആവശ്യമുണ്ടാവും. അതൊന്നും സ്വീകരിക്കാൻ അഹങ്കാരം നമ്മളെ അനുവദിക്കത്തില്ല. ചില സത്യത്തിൽ സഹായം സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകളുള്ള വ്യക്തികൾ ഒരു സാമ്പത്തിക സഹായം പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ അഹങ്കാരത്തിലും വ്യർത്ഥാഭിമാനത്തിലും ആണെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഇതുപോലെ വ്യർത്ഥാഭിമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റ് തിന്മകളാണ് ആത്മപ്രശംസ, പ്രകടന മനോഭാവം, കപടഭക്തി. ഇത് എനിക്കുള്ള അറിവ്, എൻ്റെ കുടുംബം, ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാ, ഞങ്ങൾ ഇന്ന നാട്ടുകാരാ, ഇന്ന ഇടവകയിൽപ്പെട്ടവരാ, ഇന്ന പാരമ്പര്യത്തിലുള്ളവരാ. പ്രിയപ്പെട്ടവരെ, 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. കാരണം അത് ദൈവത്തിനുമുപരി നമ്മൾ അഹങ്കരിക്കുന്ന ഈ കാര്യങ്ങൾ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനമാണ് നമ്മളെ തന്നെ എടുത്തു വച്ചിരിക്കുന്നത്. ദൈവത്തെ നീക്കിക്കളഞ്ഞ് നമ്മളെ തന്നെ അവിടെ എടുത്തു വയ്ക്കുന്നതിനെയാണ്. അതായത് സ്വന്തം തെറ്റ് ചെയ്തിട്ട് നമ്മളത് മറച്ചു വെക്കാൻ വേണ്ടി 1000 നുണകൾ പറയുക. അഹങ്കാരത്തിൽ നിന്നാണ്. അതൊന്നും സമ്മതിക്കാൻ നമുക്ക് പറ്റത്തില്ല പലപ്പോഴും. അതുപോലെ തന്നെ കളവ് പറയുക, നുണ പറയുന്ന സ്വഭാവം ഭയങ്കരമായിട്ടുള്ള അത് ശരിക്കും ഒരു ബന്ധനം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പ്രത്യേകിച്ച് ജെയിംസ് മഞ്ഞാക്കലച്ചൻ പറഞ്ഞൊരു കാര്യം, അത് അച്ഛൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അച്ഛൻ പറഞ്ഞൊരു, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും കോടതിയിൽ പിടിക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്, ഞാൻ ഒരു നുണ പോലും പറയില്ല എന്ന് പറഞ്ഞ് സത്യം മാത്രം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. വചനവുമായി, ബൈബിളുമായി ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ചെന്ന് അച്ഛൻ വചനം പറഞ്ഞിട്ട് അവിടെയുള്ളവർ പിടിച്ചപ്പോൾ അച്ഛൻ അവരോടെല്ലാം സത്യം പറയുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ച് അച്ഛന് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റ് നിഷേധിക്കുകയോ സത്യം മറച്ചു വയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ടവരാവുകയോ രക്ഷപ്പെടുകയോ ചെയ്യുകയില്ല. എന്നാലോ നമ്മൾ എളിമയോടുകൂടി അതൊക്കെ സമ്മതിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വലിയ മോചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ലഭിക്കും. അപ്പോൾ ഈ 12 ദിവസത്തിൻ്റെ ഒരുക്കത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലൊരു കുമ്പസാരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ പ്രത്യേകമായി നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെക്കുറിച്ചും കൂടുതലായി ധ്യാനിക്കാനുള്ള ദിവസങ്ങളാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നല്ലൊരു കുമ്പസാരം ഈ ദിവസങ്ങളിൽ തന്നെ പറ്റുന്നതുപോലെ ഇടവക പള്ളിയിലോ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും പോയി സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ പാപങ്ങളൊക്കെ എഴുതി കൊണ്ടുപോയി അത് പ്രത്യേകമായി ഏറ്റുപറഞ്ഞ് അതിനുശേഷം ഈ പാപങ്ങൾ നിങ്ങൾ കത്തിച്ചു കളയുമ്പോൾ അത് ദൈവത്തിനു മുമ്പിൽ എന്നേക്കുമായി കത്തിയെരിയുന്ന നിങ്ങളുടെ പാപങ്ങളുടെ പ്രതീകമായി തീരട്ടെ. അതിനുള്ള വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും പ്രത്യേകമായി ഒരുങ്ങുകയും ചെയ്യാം. യഥാർത്ഥ മരിയഭക്തി 143-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, ദൈവത്തിന് മറ്റേത് സുഹൃതങ്ങളെക്കാളും പ്രിയങ്കരമായ സുഹൃതമാണ് എളിമ. മറിയത്തിന് സർവാത്മനാ സമർപ്പണം ചെയ്യുന്ന ഈ മരിയൻ പ്രതിഷ്ഠ വഴി നാം അത് ഏറ്റവും ഉയർന്ന തോതിൽ അഭ്യസിക്കുന്നു. ദൈവ തിരുമുൻപിൽ പ്രത്യക്ഷപ്പെടാനും അവിടുത്തെ സമീപിക്കാനും അയോഗ്യനെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ നിന്നെ തന്നെ താഴ്ത്തുന്നെങ്കിൽ നിന്നിൽ ആനന്ദം കണ്ടെത്താനും
നിന്നെ ഉയർത്താനും വേണ്ടി സർവശക്തനായ അവിടുന്ന് നിന്റെ പക്കലേക്ക് താഴ്ന്നിറങ്ങി വരും. ദിവ്യനാഥൻ ഏറ്റവും കാരുണ്യവാനും ശാന്തശീലനുമാണ്. എന്നാലും നാം അവിടുത്തെ ഒരിക്കലും നേരിട്ട് സമീപിക്കുന്നില്ല. എന്തിനായാലും മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാൻ ഈ ഭക്താഭ്യാസം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന ആരാധനയിലും ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന പ്രതിഷ്ഠയുടെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമുക്ക് സജീവമായി സംബന്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ വലിയ കൃപയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമായി സംബന്ധിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ഏഴുമാത്മാവിൽ ആശ്വസിക്കുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണമേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി
മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ.
നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. ദൈവപുത്രാ അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്രാ അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്രാ അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്രാ അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ ദൈവമേ, അങ്ങേക്ക് നന്ദി കൃപ പറയുന്നു. നൽകിയതാ അങ്ങേക്കാരാധന. ആരാധന യേശുനാഥ. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, ആരാധന ദൈവമേ, മഹത്വപ്പെടുത്തി സ്തുതിക്കുന്ന ദൈവമേ, യേശുവേ, ആരാധന യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുനാഥ. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു. ആരാധന യേശുനാഥ. നന്ദി ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സർവത്തിൻ്റെയും സർവവുമായവനെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനെ അങ്ങേ ഞങ്ങൾ സ്നേഹപൂർവ്വം ആരാധിക്കുന്നു.
ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. സമാധാന പ്രഭുവേ ആരാധന, ഈ ശാന്തി സമാധാനം, ആശ്വാസപ്രദനേ ആരാധന. സമാധാനം പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതല ദൈവമേ, എന്റെ സൗഖ്യമേ, എന്റെ മോചനദ്രവ്യം അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. ആരാധന ആരാധിക്കുന്നു, യേശുനാഥ, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ആരാധന യേശുനാഥ, ആരാധന, ആരാധന സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു ദൈവമേ. അങ്ങയുടെ മഹത്വ സാന്നിധ്യത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു കർത്താവേ. ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന ദൈവമേ. ആരാധന, 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 ഹല്ലേലൂയ, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രയാസകരമായ സുഹൃതം അത് പരിശുദ്ധ അമ്മ ആർജിച്ചെടുത്ത സുഹൃതം തന്നെയാണ്. ദൈവത്തെ ഏറ്റവും ആനന്ദിപ്പിച്ച ഇടമായി അമ്മയുടെ വിമല ഹൃദയം മാറുകയും ദിവ്യസുതനെ അമ്മയുടെ വിമല ഹൃദയത്തിന് സ്വന്തമായി സ്വർഗം നൽകുകയും ചെയ്തത് ഈ പുണ്യത്തിൻ്റെ യോഗ്യതയാലാണ്. എളിമയെന്ന പരമമായ പുണ്യം. ദൈവമേ, ജീവിതത്തിൻ്റെ എത്രയോ വഴികളിലാണ് പിശാച് വളരെ എളുപ്പത്തിൽ അഹങ്കാരത്തിൻ്റെ ചിന്ത നിറച്ച് എന്നെ നിന്നിൽ നിന്ന് തിരിച്ചു കളഞ്ഞത്. എൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എടുപ്പിലും നടപ്പിലുമൊക്കെ ഞാൻ പോലും അറിയാതെ എത്ര തന്ത്രപരമായിട്ടാണ് അവൻ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞത്. എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക് അകാരണമായി കടന്നു വരുന്ന നിന്നാപമാനങ്ങൾ, മറ്റുള്ളവരെന്നെ തരം താഴ്ത്തി കാണുമ്പോൾ എൻ്റെ അഹത്തിനുണ്ടാകുന്ന വലിയ ഒരു പ്രതികാര ചിന്ത, ദൈവമേ, അതെൻ്റെ അഹങ്കാരത്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, എളിമപ്പെടുവാനായി സ്വർഗം നൽകുന്ന ഓരോ അവസരങ്ങളും ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതിനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ആരെങ്കിലും ഒരു വാക്കെന്നെ മുറിപ്പെടുത്തി പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആരെങ്കിലും എന്നേക്കാൾ ഒരല്പം മുകളിലാണെന്ന് എനിക്ക് തോന്നിയാൽ ഭയങ്കരമായി അസൂയപ്പെടുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട്. ദൈവമേ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം എളിമയെന്ന പുണ്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എനിക്ക് തരണമേ. അവിടുന്ന് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു,
ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ലൂക്ക 1:51-52. എളിയവരെ ഉയർത്തുന്ന ദൈവമേ, ശക്തരെയും സിംഹാസനങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം കയറിയിരിക്കുകയും ചെയ്യുന്നവരെ തട്ടിമറിച്ചിടുകയും ചിതറിക്കുകയും ചെയ്യുന്ന ദൈവമേ, അഹങ്കാരമെന്ന ഒരു വലിയ തിന്മയുടെ ബന്ധനം, വലിയൊരു പൈശാചിക അരൂപി എന്നെ അടിക്കടി പീഡിപ്പിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവളാണ് ഞാൻ കൃത്യമായി കുറേ കൂടി നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പോലും ഞാൻ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ്, അവരോ താഴെ തട്ടിൽ കിടക്കുന്നു. പലപ്പോഴും അങ്ങനെ ഒരു മുഖഭാവത്തിൽ ഞാൻ അവരെ നോക്കാറുണ്ട്. എൻ്റെ സംസാരത്തിൽ പലപ്പോഴും അത് കടന്നു വരാറുണ്ട്. ദൈവമേ, ഞാനൊരു മെച്ചപ്പെട്ട കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ച് ഞാൻ നടക്കുമ്പോൾ എൻ്റെ തലയ്ക്കൊരു കനം അനുഭവപ്പെടാറുണ്ട്. എൻ്റെ തമ്പുരാനെ, മറ്റുള്ളവരെ ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള അഹങ്കാരത്തിൻ്റെ നടപ്പ്, എനിക്ക് നീ ദാനമായി നൽകിയ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, ഒരു നേതൃത്വത്തിനുള്ള കഴിവുകൾ, ധനസമ്പാദനത്തിനായി പ്രത്യേകമായി നീ എനിക്ക് നൽകിയ കഴിവുകൾ, പാരമ്പര്യം വഴി എനിക്ക് ലഭിച്ച സ്വത്തുവകകൾ, ദൈവമേ, പലപ്പോഴും ഇതെല്ലാം എൻ്റെ അഹങ്കാര വിഷയം. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്നുള്ള മട്ടിൽ അഹങ്കാരത്തോടെ ഞാൻ നിൽക്കാറുണ്ട്. ദൈവമേ, വിത്ത് ഞാൻ മണ്ണിലേക്ക് എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. എങ്കിലും അതിന് വേരുണ്ടാക്കിയതും അതിന് മുള പൊട്ടിച്ചതും അതിന് ഫലമുണ്ടാക്കിയതും നീയാണല്ലോ. ഒരു ചിന്ത മറ്റൊരു ചിന്തയോട് കൂട്ടിച്ചേർക്കുന്നതിനായി നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവുമൊക്കെ എൻ്റെ തലച്ചോറിലേക്ക് നൽകിയത് നീയാണല്ലോ. എനിക്ക് വലിയ ആരോഗ്യം തന്നത് നീയാണല്ലോ. ദൈവമേ, എൻ്റെ 2 കാലിൽ ഞാനിങ്ങനെ ഉറപ്പിച്ച് നിന്നുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചടിലതയോടെ ചെയ്യുന്നതിനായി എനിക്ക് ആരോഗ്യം തന്നതും നീയാണല്ലോ. എങ്കിലും ഞാൻ അഹങ്കരിച്ചു പോയി. ദാനമായി ലഭിച്ച എല്ലാ കാര്യങ്ങളെയും ദാനമല്ല എന്നുള്ള മട്ടിൽ ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാനെ, മാപ്പപേക്ഷിക്കുകയാണ്. ലോകാരൂപിയെ ഉപേക്ഷിക്കുന്നതിനായി ഈ 12 ദിവസങ്ങളിൽ ഞാൻ നടത്തിയ പരിശ്രമങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമായ അഹങ്കാരത്തിൻ്റെ അരൂപിയിൽ നിന്ന് വിടുതൽ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എളിമയുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ പോലും അതൊരു അഹങ്കാരത്തിൻ്റെ വഴിയായി തീരുമ്പോൾ ഏറ്റവും പ്രയാസകരമായി സുഹൃതം അഭ്യസിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിൽ എന്നെയും ചേർത്ത് പഠിപ്പിക്കണമേ. സ്വർഗത്തിൻ്റെ വിദ്യാലയത്തിൽ എളിമയുടെ പടവുകളിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടന്നിടുന്ന ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ വിശുദ്ധരുടെ വിദ്യാലയത്തിൽ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഈ ഭൂമിയിൽ പിശാച് പറഞ്ഞു തരുന്നത് അഹങ്കാരത്തിൻ്റെ കൂട്ടുകെട്ടുകളിൽ, അങ്ങനെയുള്ള ചില ഉപദേശങ്ങളിലൊക്കെ ഞാൻ കണക്കില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട് ഒത്തിരി മുറിച്ചിട്ടുണ്ട്, ബഹുമാനമില്ലാതെ നിന്ദിച്ചിട്ടുണ്ട്, പ്രായത്തിൽ കവിഞ്ഞവരെ പോലും വേദനിപ്പിച്ചിട്ടുണ്ട്, മാതാപിതാക്കളുടെ മുമ്പിൽ അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ദൈവമേ, വലിയ കൃപയായിരിക്കണമേ. ഒരു പാപത്തിൻ്റെ വലിയ കൂന ഞാനിപ്പോൾ കാണുന്നു. ദൈവമേ, എൻ്റെ അഹങ്കാരം വഴി വന്നുപോയ എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിച്ച് എന്നെ പടിപടിയായി എളിമ അഭ്യസിക്കുവാൻ, അമ്മ മാതാവിനോട് ചേർന്ന് പഠിക്കുവാൻ, അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ഒട്ടേറെ നേടാൻ ഓടിയാലും യേശുവേ, നേട്ടങ്ങൾ ഏറെ നീ
നേടിയാലും ഈ ലോകത്തിൽ ഞാൻ നടത്തിയ പരിശ്രമം, സമ്പത്തിനും സുഖത്തിനും പേരിനും പെരുമയ്ക്കായി ഞാൻ നടത്തിയ ഓട്ടങ്ങൾ, അംഗീകാരത്തിന് വേണ്ടി ഞാൻ നടത്തിയ ഓട്ടങ്ങൾ, ദൈവത്തെ മാത്രം ദൈവമേ നേടിയില്ലെങ്കിൽ അതിനിടയിൽ ഞാൻ മറന്നത് നിന്നെയാണ്. നഷ്ടമീ ഭൂവിൽ നിന്റെ ജന്മം. എന്റെ ദൈവമേ, എന്റെ ജീവിതം വെറുതെയായി പോകും. വ്യർത്ഥമേ ഭൂവിൽ നിന്റെ ജന്മം. ദൈവമേ, ഒരു ജന്മം എനിക്ക് നീ തന്നിരിക്കുന്ന ഈ ജീവിതം, ഒരേ ഒരു ജന്മം. ദൈവമേ, നന്ദിയോടെ ജീവിച്ചു തീർക്കുക, ഈ ഭൂവിൽ എളിമയോടെ ജീവിച്ചു തീർക്കുക. നിനക്കു നൽകി എല്ലാം ദാനമാണെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ, വിജ്ഞാനമെത്ര നീ നേടിയാലും എളിമപ്പെടാനുള്ള കൃപ തരണമേ. തത്വങ്ങൾ എത്ര നിന്നിൽ ഏറിയാലും സൗമ്യതയോടെ പെരുമാറാനുള്ള കൃപ തരണമേ. ദൈവമേ, എന്റെ എടുത്തുചാട്ടം, എന്റെ അഹങ്കാര ചിന്തകൾ ദൈവമേ നീ കാണണമേ. ദൈവീക ജ്ഞാനം അങ്ങയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് അറിവില്ലാത്തത്. ശുഷ്കമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും നിന്റെ പരിശുദ്ധ ഹൃദയവുമാണ് എനിക്ക് അറിയാതെ പോയത്. ഈശോ, എന്റെ ജീവിതം നഷ്ടമാകാതെ കാക്കണമേ. ഈശോ, എത്രയോ ശൂന്യം ഒരു ജന്മം, ഒരേ ഒരു ജന്മം, ഒരു ഇത് ജന്മം നമുക്ക് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. ഒരേ ഒരു ജന്മം അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാം. ഈ ഭൂവിൽ എന്റെ തമ്പുരാനെ നീ തന്നതാണ്. നിനക്കു നൽകി എന്റെ ജീവിതം നിനക്കുള്ളതാണെന്ന് ഞാൻ ഏറ്റുപറയുന്ന സമർപ്പണം. ജീവിച്ച ദൈവമേ, ഈ ഭൂവിൽ ദൈവമേ, ഈ ജന്മം സൗഭാഗ്യ സുന്ദര പരിശുദ്ധ ദൈവമാതാവിനെയും ഔസേപ്പിതാവിനെയും വിശുദ്ധരെയും പോൽ സ്വർഗീയ പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു കൃപ തരണമേ. ഞാൻ എൻ്റെ ഇഷ്ടം, എൻ്റെ പദ്ധതികൾ, എൻ്റെ ആഗ്രഹം, എൻ്റെ പേര്, എൻ്റെ പെരുമ, എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ നടത്തിയ അഹങ്കാരത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളിലും ഞാൻ തന്നെ വീണുപോയിട്ടുണ്ട്. ദൈവമേ, എവിടെ എത്തിയില്ല കർത്താവേ. സമ്പത്തൊക്കെ കുറെ ഉണ്ടാക്കി വെച്ചു. കൈപ്പിടിയിൽ നിന്ന്, കൈക്കുമ്പിളിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ ചോർന്നുപോയി. അഹങ്കാരിയുടെ ഏത് സമ്പാദ്യവും കാറ്റത്ത് കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന പൊടിമണ്ണ് പോലെയാണ് എന്ന് വിശുദ്ധർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ ദൈവമേ പലതും ചെയ്തു കൂട്ടി, പലതും വാരിക്കൂട്ടി. ഒരു വലിയ ആഗ്രഹം, എൻ്റെ തമ്പുരാനെ, എനിക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്താൽ വിമലീകരിക്കപ്പെടണം. എനിക്കും ഏറ്റവും വലിയ സമ്പാദ്യമായി നീ മാറണം. എനിക്കും ഒരനുഭവം ഉണ്ടാകണം. ഞാൻ നിന്റെ മകനായതുകൊണ്ട് ദൈവമേ, നീ എൻ്റെ അപ്പനായതുകൊണ്ട് നിന്റെ സ്നേഹം എനിക്ക് സത്യമായും അനുഭവിക്കണം. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി തീരാതിരിക്കുവാൻ, ഞാൻ സ്വീകരിക്കപ്പെടാതെ പോകാതിരിക്കുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. വലിയ ബഹുമാനം, ദുരഭിമാനം കർത്താവേ, അതിൽ നിന്നൊക്കെ എനിക്ക് മോചനം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ സമയം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറയെയും മക്കളെയും പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ ദുരഭിമാനത്തിൻ്റെ നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ അവസ്ഥയെന്ന് നമുക്ക് ആരെയും കാണിക്കാൻ താല്പര്യമില്ല. നമുക്കില്ലാത്തത് പുറമേ കാണിച്ച് പൊങ്ങച്ചത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പുറംപൂശുമായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സത്യസന്ധമായി ജീവിക്കുവാൻ, നമ്മുടെ അവസ്ഥ മറ്റുള്ളവരെ കണ്ടാലും ദൈവമേ എനിക്കതിന് കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സത്യസന്ധമായി ജീവിക്കുവാൻ ഒരു കൃപ തരണമേ. വലിയ അഹങ്കാരത്തിൻ്റെ സംസാരങ്ങളാണ് ഞങ്ങളുടെ പുതിയ തലമുറയെ ഞങ്ങൾ പഠിപ്പിച്ചത്. അവർ ബഹുമാനം ദൈവത്തിനും നൽകുന്നില്ല, ഞങ്ങൾക്കും നൽകുന്നില്ല. അവരെ വിദ്യ അഭ്യസിക്കുന്ന അധ്യാപകരെ പോലെ അവർ ഗവനിക്കാറില്ല. വലിയ അഹങ്കാരത്തിൻ്റെ ഒരു തലമുറയായി ഒരു തലമുറ രൂപപ്പെട്ടു വരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് കൈമോശം വന്ന എളിമയുടെ ഒരു ഹൃദയം, ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ അഭ്യസിച്ചെടുത്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പുണ്യങ്ങൾ ഈ തലമുറയ്ക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ, വരും തലമുറയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് എളിമയെന്ന വലിയ പുണ്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് മുട്ടുകൾ മടക്കി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന